ഒരെണ്ണം മാങ്ങ, കോഴിമുട്ട വേണ്ട, മൈദ വേണ്ട, എന്തോ ഒരു എളുപ്പത്തിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ അതും വേണ്ട, കാൽച്ചായൻ്റെ കൂടൊക്കെ നല്ല കഷ്ണം കഷ്ണങ്ങളാക്കി വെട്ടി വെട്ടി നല്ല പഞ്ഞിക്കെട്ട് കേക്ക് നല്ല ചൂടുള്ള ചായൻ്റെ കൂടെ ഇങ്ങനെ കഴിക്കുകയാണെങ്കിലുണ്ടല്ലോ, ഒരു പൈസക്കും ചെലവില്ലാതെ ഉണ്ടാക്കിയെടുത്തിട്ട് കഴിക്കുമ്പോൾ ഒന്നും പറയാല്ല മക്കളെ. നമ്മൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റും കൂടി ഈ ഒരു കേക്കിനുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട. നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഇപ്പോൾ ഈ ഒരു മാമ്പഴക്കാലത്ത് മാങ്ങ. അപ്പോൾ നമുക്കിപ്പോൾ മാങ്ങാൻ്റെ സീസൺ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഒരെണ്ണം മാങ്ങ മതിയല്ലോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സീസൺ അല്ലാത്ത ടൈമിൽ ഒരു മാങ്ങയൊക്കെ നമുക്ക് വാങ്ങിയിട്ട് ഉണ്ടാക്കി ഇതുപോലെ നല്ല പഞ്ഞിക്കെട്ട് കേക്ക് ഉണ്ടാക്കി കഴിക്കുക. പിന്നെ മുട്ട വേണ്ട, മൈദ വേണ്ട, എന്താല്ലേ. അപ്പോൾ ഏതായാലും അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരൊറ്റ മാങ്ങ മതി. പക്ഷെ ഇത് കുഞ്ഞ് മാങ്ങ ആയതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. കുഞ്ഞ് ഒരു നാടൻ മാങ്ങയാണ്. ഏത് മാങ്ങ എടുത്ത് നമുക്കിത് ചെയ്യാന്നാണേ. അപ്പോൾ ആ രണ്ട് മാങ്ങ ഞാൻ തൊലിയൊക്കെ ചെത്തി ഒന്ന് നന്നായിട്ടൊന്ന് ചെത്തി കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പഴുത്ത മാങ്ങയാണ് ഏറ്റവും നല്ലതാണ്. അപ്പോൾ വലിയ മാങ്ങ നോക്കി എടുത്തോളേണ്ടി കേട്ടോ. എന്നാൽ ഒരെണ്ണം ചെത്തിയാൽ മതിയാവും. അപ്പോൾ ആ ഒരു മാങ്ങ അത്യാവശ്യം നല്ലോണം പഴുത്തിട്ടുണ്ട്. ദാ ഇതുപോലെ അണ്ടിയൊക്കെ കളഞ്ഞിട്ട് കിട്ടുമ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ വലിയ മാങ്ങ ചെത്തുകയാണെങ്കിൽ ഒരെണ്ണം എന്തായാലും ഇത്ര കിട്ടും. ഇത് പിന്നെ കുഞ്ഞു മാങ്ങ ആയതുകൊണ്ട് അതിൻ്റെ അണ്ടിയൊക്കെ കളഞ്ഞപ്പോൾ പിന്നെ കുറച്ചേ ഉള്ളൂ. ഏതായാലും നമുക്കിപ്പോൾ ഇതുപോലുള്ള നല്ല പഞ്ഞിക്കെട്ട് കേക്ക് ഒരു 5-8 ആൾക്ക് കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ പൈസക്ക് ചിലവില്ലാതെ ഇങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, അതിനിപ്പോൾ ഈ ഒരു മാങ്ങനെ ധാരാളമാണ് കേട്ടോ. ഏതായാലും ഞാൻ ആ മാങ്ങ ഈ ഒരു മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു അര ഗ്ലാസോളം പഞ്ചസാര ചേർത്ത് കൊടുത്തേ കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ മുട്ട ചേർക്കണില്ലല്ലോ, അതുകൊണ്ട് പുളിയില്ലാത്ത ലേശം അര ഗ്ലാസിൻ്റെ താഴെ ഉണ്ട് ആ ഒരു 2-3 ടേബിൾ സ്പൂണോളം നല്ല കട്ട തൈര് ഒഴിച്ചു കൊടുക്കണ്ടേ. ഇപ്പോൾ തൈര് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ഇളം ചൂടുള്ള വെള്ളം ഒരു 1/4 ഗ്ലാസ് ഒഴിച്ചു കൊടുത്താലും മതിയാവും. ഏതായാലും ആ മാങ്ങയും തൈരും കൂടെ നന്നായിട്ട് അടിച്ചെടുത്തുക്കണേ. ഇനി വെള്ളമല്ല, നിങ്ങളടുത്ത് ഒരു 1/2 ഗ്ലാസ് പാലുണ്ടെങ്കിൽ അതൊഴിച്ചാലും മതി കേട്ടോ. വെള്ളത്തിനാളൊക്കെ നല്ല പാലാണ്. പിന്നെ ഒരു 1/4 കപ്പ് ഒരു 4-5 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ തന്നെ വേണമെന്നില്ല. ഞാനിപ്പോൾ നമ്മളെ വീട്ടിൽ കട്ടിക്കൻ ഓയിൽ ഉണ്ടല്ലോ, സൺഫ്ലവർ ഓയിൽ അല്ലാത്ത ഓയിൽ, ആ ഓയിൽ ഒഴിച്ചു കൊടുത്തിക്കണം കേട്ടോ. അതും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മാങ്ങയും തൈരും കൂടെ പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് അടിഞ്ഞതിന് ശേഷം മാത്രം ഈ ഓയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ആദ്യമേ ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നന്നായിട്ടൊന്ന് കറക്കിയിട്ട് ഈ ഒരു ബൗളിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നേരം നല്ലൊരു ടൈം ഇപ്പോഴെന്നാണ് കേട്ടോ. കാരണം കുട്ടികളൊക്കെ സ്കൂളൊക്കെ പൂട്ടി ഇങ്ങനെ നിൽക്കുമ്പോഴുണ്ടല്ലോ, നമുക്ക് മുട്ട മൈദ ഒന്നും ചേർക്കാതെ ഒരു 2-1 മാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള പഞ്ഞിക്കെട്ട് കേക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും വേണ്ടി വരും. അപ്പോഴൊക്കെ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ മൈദ ചേർക്കണില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഒരു 3/4 കപ്പോളം റവയാണ് എടുക്കണത്. വറുത്ത റവയാണോ വറുക്കാത്ത റവയാണോ അതിനൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെടുത്ത് ഉപ്പുമാ ഉണ്ടാക്കാനുള്ള റവ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ റവ ഒരു 3/4 കപ്പ് എടുത്തിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ജാർ എടുക്കുക. നമ്മൾ മിക്സിൻ്റെ കുഞ്ഞ് ജാർ ഉണ്ടാവില്ലേ, ചമ്മന്തിയൊക്കെ പൊടിക്കണം, ആ ജാറ് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് നനവുണ്ടോ നോക്കുക. നനവുണ്ടെങ്കിൽ ആ ബ്ലേഡിൻ്റെ അവിടെയൊക്കെ നനവുണ്ടെങ്കിലൊക്കെ ഒന്ന് തോർത്തിയെടുക്കുക. കാരണം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് പൊടിയേണ്ട, കുറച്ച് തരികൾ വേണം. ആ ഒരു രീതിയിൽ ഒന്ന് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂണ് ബേക്കിംഗ് സോഡ, അതായത് നമ്മൾ അപ്പക്കാരം, പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബേക്കിംഗ് സോഡ മാത്രമേ ചേർക്കണുള്ളൂ, ബേക്കിംഗ് പൗഡർ ചേർക്കണില്ല. കാരണം ബേക്കിംഗ് പൗഡറൊക്കെ ചേർക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും ഇപ്പോൾ എല്ലാവരുടെ അടുത്തും എപ്പോഴും ഉണ്ടാവില്ല. പക്ഷെ അപ്പക്കാരം ഉണ്ടാവുമല്ലോ, അപ്പോൾ അപ്പക്കാരം ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം അത് ഞാൻ 2 വട്ടാക്കിയിട്ട് ഈ മാങ്ങൻ്റെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ മൈദ ചെയ്യണ പോലെ ഇങ്ങനെ പതുക്കെ പതുക്കെ മിക്സ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്തെടുത്ത് അങ്ങനൊന്നുമില്ല. മൈദ ചെയ്യണ പോലെ ഒന്നുമല്ല. മൈദ ആകുമ്പോൾ വേഗം കട്ട പിടിക്കും, അതൊക്കെ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ്. പക്ഷെ റവ പൊടിച്ചതാകുമ്പോൾ അത്
പെട്ടെന്ന് ഫോൾഡായിട്ട് കിട്ടും കേട്ടോ. പെട്ടെന്ന് ഇളക്കുക. എങ്ങനെ ഇളക്കിയാലും കുഴപ്പമൊന്നുമില്ല. വേഗം ഉണ്ടാക്കിയെടുക്കുക, ഫ്ലോപ്പ് ആവൂല, അങ്ങനെ രീതിയിലുള്ളൊരു കേക്കാണിത്. അപ്പോൾ ഏതായാലും ഞാനിത് 2 വട്ടാക്കിയിട്ട് ഇട്ടുകൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആ ഒരു തൈരും ആ ഒരു മാങ്ങൻ്റെ നനവും തന്നെ മതി ഈ ഒരു റവ ഒക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദാ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വാനില എസൻസും കൂടെ ഒഴിച്ചത് നിങ്ങൾ കണ്ടല്ലോ. ഒരു തുള്ളി 2-3 തുള്ളി വാനില എസൻസ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലേശം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏതായാലും ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കണത് കേക്ക് ടിന്നോ ഒന്നുമല്ല, നോൺ സ്റ്റിക്കിൻ്റെ പാത്രമോ ഒന്നിലുമല്ല കേട്ടോ. നമ്മളെ വീട്ടിലുണ്ടാവില്ലേ ചായപാത്രം, ആ ചായപാത്രത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ബട്ടർ പേപ്പർ ഉള്ളോല് ബട്ടർ പേപ്പർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. തുള്ളി ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം, പിന്നെ ബട്ടർ പേപ്പർ ഇപ്പോൾ പറഞ്ഞതിലൊരു ഉണ്ടാവൂല എപ്പോഴും വീട്ടിൽ. അപ്പം എന്ത് ചെയ്യുക, ആ ഒരു ഇത്തിരി ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് മൈദപ്പൊടിയോ ഗോതമ്പ് പൊടിയോ എടുത്തിട്ട് ഒരു ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നിങ്ങനെ കൊട്ടി കൊടുക്കുക. അതിലിട്ട് ഇതാക്കരുത്, ഇട്ടിട്ട് ഇങ്ങനെ കൊട്ടണം. കൊട്ടിയിട്ട് കുറച്ച് ബാക്കിയുള്ളത് പുറത്തേക്ക് തട്ടി കളയണം കേട്ടോ. ദാ ഇതുപോലെ ഞാനിപ്പോൾ ഈ ബട്ടർ പേപ്പർ വെച്ചതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമില്ല, മൈദ കൊട്ടേണ്ട ആവശ്യമില്ല. പക്ഷെ ബട്ടർ പേപ്പർ ഇല്ലാത്തവർ ഇപ്പോൾ വിചാരിക്കും എങ്ങനെയേ മൈദ കൊട്ടല് എന്ന്. അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് കുറച്ച് മൈദപ്പൊടി കൊട്ടി കാണിച്ചതെന്നാണ് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൊട്ടി കൊടുക്കുക. കാരണം ഇതിൽ നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ വല്ല ഹെയർ ബബിൾസൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കൊട്ടി കൊടുക്കണം കേട്ടോ. ഒരുപാടൊന്നും കൊട്ടേണ്ട, ജസ്റ്റ് ഒന്ന് കൊട്ടി കൊടുത്താൽ മതിയാവും. ദാ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതൊന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കട്ടാ. പിന്നെ ഓവണ് അതിനൊന്നും ആവശ്യമില്ലല്ലോ. നമ്മൾ സാധാരണ ഒരു ഒഴിഞ്ഞ കടായൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുക. കടായോ അല്ലെങ്കിൽ ദോശക്കല്ലോ നമ്മൾ പഴയത് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. അല്ല ഇനിയിപ്പോൾ ഉപയോഗിക്കണതിന് കുഴപ്പമൊന്നുമില്ല, ഈ ഒരു പാത്രം വെക്കാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ആ ഒരു പാത്രം കടായിൽ പഴയ തട്ടോ മൂടിയോ ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം, നല്ലതാണ്. ഇപ്പം ഞാനിതുപോലെ നമ്മൾ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കണതിൻ്റെ ചോട്ടിലുണ്ടാണ് ആ ഒരു ഓട്ടയുള്ള പാത്രം, അതാട്ടോ ഞാൻ വെച്ച് കൊടുത്തിരിക്കണത്. അപ്പോൾ ആ ചട്ടിക്ക് ഇങ്ങനെ തീ കൊടുക്കുമ്പോൾ തന്നെ ചട്ടി ഇങ്ങനെ പുകയാൻ തുടങ്ങും. അത്യാവശ്യം നല്ലോണം ചൂടാവും. ആ ഒരു ടൈമിൽ ഈ ഒരു പാത്രം കൂടി വെച്ചിട്ട് അതും ചൂടായി എന്ന് കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു കേക്ക് ബാറ്റർ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒക്കെ സിമ്പിൾ പരിപാടികളാണ്. ഇങ്ങനെ ഈ ഒരു കേക്ക് ബാറ്റർ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ആ ഒരു ടൈമിലൊക്കെ നല്ല ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചാൽ എന്താ അറിയോ, നമുക്ക് കേക്ക് നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും. പോരാത്തിന് അടി കരിയണ യാതൊരു പരിപാടി ഉണ്ടാവില്ല. എന്നിട്ട് എന്ത് ചെയ്യുക, മൂടിയിട്ട് നമ്മളെ വീട്ടിൽ ഇഞ്ചി പച്ചമുളകൊക്കെ ചതക്കുന്ന ഇതുപോലെ നല്ല കനമുള്ള എന്തെങ്കിലുമൊക്കെ വെച്ച് ഒന്ന് കൊടുത്താൽ എന്താ പറയുക, നന്നായിട്ട് പൊങ്ങും. ഹെയർ ഒന്നും കിടക്കാതെ പെട്ടെന്ന് പൊങ്ങും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് ഏകദേശം എനിക്കൊരു 40 മിനിറ്റോളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ പരന്ന പാത്രത്തിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു 35 മിനിറ്റ് കൊണ്ടൊക്കെ നടക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ബാറ്റർ ആയതുകൊണ്ട് കേക്ക് കുറച്ചൊന്ന് പൊങ്ങി കാണാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ചായപാത്രം എടുത്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അളവ്, ഇതിൻ്റെ ഒക്കെ അളവ് കൂട്ടുകയാണ്. മാമ്പഴത്തിൻ്റെ അളവ്, റവൻ്റെ അളവ് ഒക്കെ കൂട്ടുകയാണ്, തൈരിൻ്റെ അളവ് ഒക്കെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കൂടി ഞാൻ ഈ എടുത്ത അളവൊക്കെ അത്രയും കൂടി എടുക്കണമെങ്കിൽ വലിയ പാത്രത്തിൽ വലിയ കേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വീട്ടിൽ കുറേ ആളൊക്കെ ഉണ്ടെങ്കിൽ വലിയ കേക്ക് ഉണ്ടാക്കിയെടുക്കുക. ഒക്കെ അത്രയും കൂടെ എടുത്താൽ മതിയാവും. അപ്പോൾ ഇത്രയും കൂടെ വലിയ കേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഒരു 25 മിനിറ്റ് ഒന്നും കഴിയാതെ നിങ്ങൾ ഈ കേക്ക് തുറന്ന് നോക്കരുത് കേട്ടോ. തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, പെട്ടെന്ന് കൊഴിഞ്ഞു പോകും. അപ്പോൾ ഒരു 25-30 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി എന്തേ ആയിക്കണോന്നൊക്കെ നോക്കാൻ. ഞാൻ ഏതായാലും ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയിട്ടുള്ളൂ. അപ്പോൾ ഒരു 40 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നല്ല പഞ്ഞിക്കിട്ട് സോഫ്റ്റ് ആണെങ്കിൽ മാമ്പഴമൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതുകൊണ്ടാണെന്നറിയില്ല, ഒരു പ്രത്യേക രുചിയുണ്ട് കേട്ടോ. നല്ലൊരു രുചിയല്ല, സോറി, മണം, നല്ലൊരു സ്മെല്ല്. ആ ഒരു സ്മെല്ലാണല്ലോ നമുക്കൊരു മണം തോന്നൽ, അല്ല ആ ഒരു മണമാണല്ലോ നമുക്ക് രുചിയും തോന്നലില്ലേ. അപ്പോൾ ഏതായാലും ഇതാ ഞാൻ ഒരു പുറത്തേക്ക് എടുത്ത് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ആ ഒരു പാത്രമൊക്കെ ഒന്ന് ചൂടാറി. ഒരുപാട് സമയം ആ ഒരു പാത്രത്തിൽ വെക്കരുതിട്ടാ. ഒരു 10 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും പാത്രം ചൂടാറി കഴിഞ്ഞാൽ വേഗം കേക്ക് ഇങ്ങോട്ട് റിമൂവ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ആ പാത്രത്തിൽ കിടന്ന് ഹാർഡാകാൻ സാധ്യത ഉണ്ട്. കഴിയണോ 5 മിനിറ്റ് കൊണ്ടൊക്കെ എടുക്കുക തന്നെയാണ് നല്ലത്. ഏതായാലും കണ്ടില്ലേ, നല്ല ഒരു പഞ്ഞിക്കെട്ട് ഉണ്ടപ്പൊക്കെ സോഫ്റ്റ് കേക്കാണ് കേട്ടോ.
നമുക്ക് മുട്ടയും വേണ്ട, മൈദയും വേണ്ട, ഒന്നും വേണ്ട. ഇനിയിപ്പോൾ തൈര് ഇല്ലെങ്കിൽ ലേശം പാല്, ആ ഒരു തൈരിൻ്റെ അളവിൽ പാല് ചേർത്ത് കൊടുത്താൽ മതി ട്ടോ. അല്ലെങ്കിൽ ഇനിയിപ്പം കോഴിമുട്ട വെച്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, ആ തൈര് ഒഴിച്ചതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കോഴിമുട്ട അടിച്ചെടുക്കുക, വേണമെങ്കിൽ ചെയ്താൽ മതി. പക്ഷെ കോഴിമുട്ടനേക്കാളൊക്കെ ആ ഒരു മുട്ട ടേസ്റ്റ് ഒന്നും ഇല്ലാതെ നല്ല പഞ്ഞിക്കെട്ട് കേക്കാവാൻ, പിന്നെ ചിലവും ചുരുക്കല്ലേ, കോഴിമുട്ടക്കൊക്കെ ഇപ്പം നല്ല വിലയാണല്ലോ അല്ലേ. അപ്പോൾ കോഴിമുട്ട കഴിയണം നിങ്ങൾ ഒഴിവാക്കിക്കൊള്ളിട്ടോ. ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി. ഏതായാലും ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ഇട്ടിട്ട് കട്ട് ചെയ്യണത് റൗണ്ടിൽ, മുകൾ ഭാഗം ഇങ്ങോട്ട് പൊങ്ങി വന്നിട്ട് റൗണ്ട് കട്ട് ചെയ്യണതിൻ്റെ മോൾ ഭാഗമൊക്കെ ഞാൻ ചെത്തിയെടുത്തിക്കണേ. അപ്പം ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്യണത് എന്തിനാ വെച്ചാൽ റിതുവിന് ഇപ്പം സ്കൂളൊന്നും ഇല്ലാതെ നിൽക്കല്ലേ, എന്ത് കൊടുത്താലും ചോറും കഞ്ഞിയൊന്നും നോക്ക് വേണ്ടട്ടാ. ഓക്ക് എപ്പോഴും കേക്ക്, ഐസ്ക്രീം അങ്ങനത്തേനൊക്കെ നല്ല കമ്പ. അപ്പോൾ കേക്കൊക്കെ നമുക്ക് ചെറിയൊരു കേക്ക് വാങ്ങണമെങ്കിൽ തന്നെ കടയിൽ എന്തൊരു വിലയല്ലേ. അപ്പം ഞാൻ എന്താ ചെയ്ത് വെച്ചാൽ, എനിക്കറിയാം വെക്കേഷനിൽ ഇവിടെ വേണ്ടി വരും, പിന്നെ ഓളെ ഫ്രണ്ട്സൊക്കെ വരും, പിന്നെ നമ്മളെ കുടുംബത്തിലെ കുട്ടികളൊക്കെ നിൽക്കാനൊക്കെ വരും. അപ്പോൾ ഇവിടെ കേക്ക് വേണ്ടി വരും, എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു 150 റുപ്യൻ്റെ ഒക്കെ ഒരു വിപ്പിംഗ് ക്രീം പാക്ക് വാങ്ങിക്കണ്. എന്നാൽ പിന്നെ എന്താ അറിയോ, വലിയൊരു ചിലവില്ലല്ലോ. ഒരു കപ്പ് റവ ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയിപ്പം തൈര് തന്നെ വേണമെന്നൊന്നുമില്ല, കുറച്ച് പാലോ വേണ്ട ഇളം ചൂടുവെള്ളമായാലും ഒഴിച്ചുകൊണ്ട് ഇതുപോലെ കേക്ക് ഉണ്ടാക്കി ഐസിങ് ചെയ്ത് കൊടുത്താലേ ഒരു 10, 400, 500, 600 റുപ്യ കൊടുക്കണം ഒരു 1/2 കിലോ കേക്ക് കിട്ടണമെങ്കിൽ. പക്ഷെ ഇതിപ്പോൾ ഐസിങ് ചെയ്ത് വിപ്പിംഗ് ക്രീം കൊണ്ടൊക്കെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ആകുമ്പോൾ 1/2 കിലോനും 3/4 കിലോനൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ അറിയാതെ ഒരു ഒരു 50 റുപ്യൻ്റെ വിപ്പിംഗ് ക്രീം മതി കേട്ടോ അതിന്മേൽ ഐസിങ് ചെയ്യാൻ. അപ്പോൾ ഒരു ഏറിയ റവ എല്ലാം കൂടെ ഒരു 75, 100 രൂപ കൂട്ടുക. 100 റുപ്യ കൊണ്ട് ഒരു 500 റുപ്യൻ്റെ കേക്ക്, 600 റുപ്യൻ്റെ കേക്ക് നമ്മൾ ഉണ്ടാക്കല്ലേ. അപ്പം വീട്ടിലുണ്ടാക്കിക്കോളേണ്ടത് ഇതൊക്കെ. നിങ്ങളൊരു വിപ്പിംഗ് ക്രീം വാങ്ങിയാൽ എന്താ പറയുക, ഒരു 4-5 വട്ടം കുട്ടികൾക്ക് ഈ നല്ല ഡെക്കറേഷൻ ചെയ്ത് ഐസിങ് ചെയ്ത വിപ്പിംഗ് ക്രീമൊക്കെ തേച്ച് ക്രീമി കേക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും. കോഴിമുട്ടക്കൊക്കെ ഒന്നും ചിലവില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല ഇതിപ്പോൾ ഐസിങ് ചെയ്യൊന്നും വേണ്ട, അതിങ്ങനെ നമ്മൾ മറ്റേ ചേൽക്ക് കട്ട് ചെയ്യുക, അങ്ങനെ കട്ട് ചെയ്താൽ തന്നെ എന്താ പറയുക, നമുക്ക് ചായൻ്റെ കൂടൊക്കെ ഇങ്ങനെ കഴിക്കാൻ നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.